ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നമ്മുടെ പഴയ ഒരു റെസിപ്പീൻ്റെ ഒരു പുതിയൊരു വേർഷനാണിത്. ചിലപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഒരുപാട് പേര് ട്രൈ ചെയ്യാത്തവരുണ്ടാവും. എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേന്ത്രപ്പഴം ചേർക്കുമ്പോൾ ഒത്തിരി വലിയ പീസും അല്ല, എന്നാൽ ഒരുപാട് ചെറിയ പീസും അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ക്യൂബ് ഷേപ്പൊക്കെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇനി നമ്മളിത് വഴറ്റുമ്പോഴാണെങ്കിൽ ഒരുപാട് ഉടച്ചെടുക്കരുത്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ രസം ഉണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നാൽ മതി. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് കുട്ടീസൊക്കെ നേന്ത്രപ്പഴം കഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്ക്, എന്തായാലും അവർ കഴിച്ചോളും. അപ്പോൾ ഇത് ഏകദേശം കളറൊക്കെ മാറി നല്ലപോലെ നെയ്യൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അതിന് ഒത്തിരി നേരിട്ട് വഴറ്റണ്ട. ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് ഓരോരുത്തരുടെ കണക്കിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. അല്ല 1-1.5 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇതിൽ ചെറുതായിട്ടൊന്നിങ്ങനെ പിടിച്ചിരിക്കണം, കുറച്ചൊരു നനവുണ്ടാവണം നേന്ത്രപ്പഴത്തിന്. എന്നാലും നമ്മുടെ ലാസ്റ്റ് ആ ഒരു ചേരുവയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു കോട്ടിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വീണ്ടും ഒരു 3/4 ടീസ്പൂണോളം നെയ്യ് എടുത്തിട്ട്, നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കറക്റ്റ് അളവൊന്നും പറയുന്നില്ല, ഒരു 5-8 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. കൂടുതലുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കഴിക്കുമ്പോൾ. അതൊന്ന് ചെറുതായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കണ്ണൂരിലേക്ക് പുതിയാപ്പിളമാർക്ക് രാവിലെ ചായക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഈ തേങ്ങയും നേന്ത്രപ്പഴമൊക്കെ ഇട്ടിങ്ങനെ വഴറ്റിയിട്ട്. ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ചും കൂടെ അതിനേക്കാളും രസം ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ റവയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ തേങ്ങ എത്രയാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ റവ എടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു കൈപ്പിടി പറയുകയാണെങ്കിൽ ഒരു ചെറിയ കയ്യിൽ തേങ്ങ, അതുപോലെ തന്നെ അതേ അളവിൽ റവ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കുക ാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത്യാവശ്യം നല്ല കളർ ആവണ വരെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല ഒരു മണവും രുചിയും ഒക്കെ ഉണ്ടാവുക ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നല്ല പോലെ നമുക്ക് വറുത്തെടുക്കാം. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവുക. ഇപ്പോൾ ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അത്രയും ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ലൈറ്റ് മധുരമാണ് ഇതിന് രസം ഉണ്ടാവുക. അപ്പം നല്ല പോലെ കളറൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേന്ത്രപ്പഴം ചേർക്കുന്നുണ്ട്. നേന്ത്രപ്പഴം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം ഇട്ട് വഴറ്റിയെടുക്കരുത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി, ഉടച്ചെടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല പോലെ ആ നേന്ത്രപ്പഴത്തിൽ നനവുള്ളത് കൊണ്ട് തന്നെ ഈ റവയും തേങ്ങയും ഒക്കെ ഇതിൽ നന്നായിട്ട് ഇങ്ങനെ കോട്ടായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒത്തിരി നേരം വെക്കുന്നൊന്നുമില്ല. ഇതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എക്സ്ട്രാ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബ്ലാക്ക് റേസിൻസ് ഉണ്ടല്ലോ, കറുത്ത മുന്തിരി, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചൂടോടെ ആണെങ്കിലും ചൂടില്ലെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല രസം തന്നെയാണ്. ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇത് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ, ഉണ്ടാക്കാറുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.